നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെയോ? പല്ലെടുത്ത് കളയുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ അവസ്ഥയെ നിങ്ങളായിട്ട് തന്നെ കുറയ്ക്കുകയാണ്. ബിക്കോസ് നമ്മുടെ പല്ലുകൾ ഓരോന്നും നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ടും ന്യൂറോളജിക്കൽ സിസ്റ്റമായിട്ടും വളരെയധികം കണക്റ്റഡ് ആണ്. നമ്മൾ പല്ല് വെറുതെ ചവയ്ക്കാൻ മാത്രമുള്ളതല്ല. നമ്മുടെയൊക്കെ പല്ല് വേദനയ്ക്ക് പല്ലിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടും, കാഴ്ചക്കുറവുണ്ടാവും, കേൾവിക്കുറവുണ്ടാകും, തലവേദന ഉണ്ടാകും, സ്ട്രെസ്സ് കൂടുതലുണ്ടാകും, നടുവേദന ഉണ്ടാകും, നീരിളക്കമുണ്ടാകും, നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിസിറ്റി പുറത്തേക്ക് പോവില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞു തരാറില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എല്ലാ ഡോക്ടേഴ്സിനല്ല പറയുന്നത്, സം ഡോക്ടേഴ്സ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡോക്ടേഴ്സ് പറയുന്നത് റൂട്ട് കനാൽ ചെയ്യാം, റൂട്ട് കനാൽ ചെയ്യാം. ആൻഡ് ഗൈസ്, യു നോ വാട്ട്, പല്ലിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞ് സഹികിടുമ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ. ആ ഡെഡ് ബോഡിയെ ഒരു നിശ്ചിത കാലയളവിലത്തേക്ക് നമ്മുടെ ബോഡിയിൽ സൂക്ഷിക്കും. അതാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. ആൻഡ് ആ പല്ലിന് നാശനഷ്ടം സംഭവിക്കാതിരിക്കാൻ, ബിക്കോസ് ഇറ്റ്സ് എ ഡെഡ് ബോഡി. ഡെഡ് ബോഡി എന്താണ്? നിർജ്ജീവമായതാണ്. അതിനെ തട്ടിയ പൊട്ടും. ആ പൊട്ടലുകളൊന്നും ഏൽക്കാതിരിക്കണം നമ്മൾ ക്യാപ്പിട്ട് സൂക്ഷിക്കുന്നത്. നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് വേറൊരു കാര്യമുണ്ട്. വിസ്ഡം ടൂത്ത് എടുത്തിട്ട് അതിനെന്താ നാളെ തന്നെ ജോലിക്ക് പോകാം, സിസ്റ്റം മെഡിസിൻ കഴിച്ചിട്ട് പോകാം.